ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടി ബീഫ് ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ബീഫ് കഴുകി വെച്ചിട്ടുണ്ട്. അതിൽ കുക്കറിലിട്ടിട്ട് ഒരു 7 വിസിൽ നമുക്ക് വെച്ചടിക്കാം. അതിന് ശേഷം ഉള്ളി ഒരു കിലോ ഉള്ളി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 കിലോ ബീഫിനാണ് കേട്ടോ. കുറച്ച് പെരിഞ്ചീരകം, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ് ഇവിടെ അരച്ച് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മിക്സിയിൽ അടിച്ച സാധനം എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത ശേഷം വെളിച്ചെണ്ണ യൂസ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വാടി വരുന്ന ശേഷം തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വാടി വരുന്ന ശേഷം നമുക്ക് കുക്കറിലടിച്ച ബീഫ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില, പുതിന ഇല നമുക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് മിക്സാക്കി അരിഞ്ഞ് വെച്ചാണ് ഇട്ട് കൊടുത്തത്. ബീഫ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ബിരിയാണിക്കുള്ള സെറ്റപ്പ് നോക്കണം. അതിന് വേണ്ടി ഗരം മസാല, ഗ്രാമ്പു എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി മൂപ്പിച്ചെടുക്കാം, മരൂപ്പിച്ചെടുക്കണം. ബിരിയാണിക്ക് റൈസിനാണ്. അതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചെടുക്കാം, മുന്തിരി മൂപ്പിച്ചെടുക്കാം. പിന്നെ ബിരിയാണി മസാല എല്ലാം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ചിട്ട് ബിരിയാണി തയ്യാറാക്കി എടുക്കാം. ബിരിയാണി വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. അടുത്ത ശേഷം നമുക്ക് ബിരിയാണി ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അതിന് മേലെ നമുക്ക് ബിരിയാണിയുടെ മേലെ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ബിരിയാണി റൈസിന് മേലെ നമുക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത ശേഷം വീണ്ടും റൈസ് ഇട്ട് കൊടുത്ത് ഫില്ലാക്കണം. ഒരു 5-6 പേര് സുഖമായിട്ടിരുന്നു കഴിക്കാൻ പറ്റുന്ന അത്രയും വലിയ പ്ലേറ്റാണ് ഞാൻ യൂസ് ചെയ്യണം. ചെറിയ പെരുന്നാൾ ആയതിനാൽ റൂമിൽ ബിരിയാണി വെച്ചതാണ്. ഫ്രണ്ട്സെല്ലാം ചേർന്ന് ബിരിയാണി സെറ്റാക്കിയതാണ്. കുറച്ച് സലാഡും കൂടി നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സലാഡ് ഉണ്ടാക്കുന്നത് കാണിച്ചില്ല, ആഡ് ചെയ്ത് കൊടുക്കാം. 4 സൈഡും ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ഷോ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അത് കഴിക്കാനുള്ള സെറ്റപ്പ് നോക്കാം. എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കഴിക്കാനുള്ള പരിപാടിയാണ് ഉച്ചയ്ക്ക്. സംഗതി പൊളിയായിട്ടായിരുന്നു, സൂപ്പർ, രക്ഷയില്ല, അടിപൊളിയായിട്ടായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യാം മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.